Dear students, today we are going to study about buying decision process or consumer decision making process and market segmentation. Meaning, firstly, buying decision process. Buying decision process is the process a customer goes through when buying a product. ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. A buying process is the series of steps that a consumer will take to make a purchasing decision, and it can be seen as a particular form of cost benefit analysis. ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കൺസ്യൂമർ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണോ കടന്നു പോകുന്നത്, ആ സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ പർച്ചേസിങ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ എല്ലാ ആൾട്ടർനേറ്റീവ്സിൻ്റെയും കോസ്റ്റ് എത്രയാണ്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്, അത് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനൊരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കൺസ്യൂമർ കടന്നു പോകുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദീസ് ഡിസിഷൻ പ്രോസസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 5. ദേ ആർ നീഡ് റെക്കഗ്നീഷൻ, identification of alternatives or information search, evaluation of alternatives, purchase decision, post-purchase behavior. These are the stages of consumer buying decision process. The first one is recognition of an അൺസാറ്റിസ്ഫൈഡ് നീഡ് ഓർ പ്രോബ്ലം റെക്കഗ്നീഷൻ. നമുക്ക് ഏത് നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു പർച്ചേസ് നടക്കണമെങ്കിൽ ആദ്യം നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു നീഡ് ഉണ്ടായിരിക്കണം. ആ നീഡ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, തിരിച്ചറിയണം. എവറി ഇൻഡിവിജ്വൽ ഹാസ് നീഡ്സ്. In fact, all buying decision starts with need recognition or problem recognition. നമ്മുടെ ആ ഉള്ളിലുള്ള ആ ഒരു നീഡ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു അൺഫുൾഫിൽഡ് നീഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് പർച്ചേസ് ഡിസിഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് ഇൻഫോർമേഷൻ സെർച്ച് ഓർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. ഇപ്പോൾ നമ്മുടെ ഒരു നീഡ് എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്തു. നമ്മുടെ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആ ഒരു സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കാറില്ല, ആ കാറില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രോബ്ലം. ആ പ്രോബ്ലം നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാറ് വാങ്ങണം. അപ്പോൾ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം എന്നുള്ള ഒരു പ്രോബ്ലം, നമ്മുടെ ആ ഒരു നീഡ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ആണ്, അല്ലേ? ഈ പറയുന്ന ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യുക, ഏതൊക്കെ തരത്തിലുള്ള കാറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ ബ്രാൻഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡുകൾ, മോഡൽ ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ റെക്കഗ്നൈസിങ് എ നീഡ് ഓർ വോണ്ട്, ദ കൺസ്യൂമർ സെർച്ച് ഫോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ വേരിയസ് ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ടു സാറ്റിസ്ഫൈ ഇറ്റ്. ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഓൾട്ടർനേറ്റീവ്സ് ഏതാണെന്ന് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ മെയിൻലി 2 സെർച്ചിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഈ പറയുന്ന ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. അത് ഇൻറ്റേർണൽ സെർച്ച് ആൻഡ് എക്സ്റ്റേണൽ സെർച്ചാണ്. ഇൻറ്റേർണൽ സെർച്ച് മീൻസ് റീകോളിംഗ് പാസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് ദ പ്രോഡക്റ്റ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻഫർമേഷൻ, നമ്മൾ മുമ്പ് ഇതേ പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യാം. സെക്കൻഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സെർച്ചാണ്. പുറമേയുള്ള ആളുകളുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ എന്ത് ചെയ്യാവുന്നതാണ്, കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്, സെയിൽസ് പീപ്പിൾ, ഇങ്ങനെയുള്ളവരെയൊക്കെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൾട്ടർനേറ്റീവ് എന്ത് ചെയ്യാവുന്നതാണ്, ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അതുമായി റിലേറ്റഡ് ആയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവുന്നതാണ്.
ദെൻ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പ്രോസസ്സിൽ നമ്മൾ ഈ ആൾട്ടർനേറ്റീവ്സ് ഒക്കെ എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു. By collecting information during the second stage, an individual comes to know about the brands and their features. അല്ലേ, ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് കിട്ടി, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കിട്ടി. ദെൻ നൗ ഹി കമ്പയർ ദി ആൾട്ടർനേറ്റീവ് പ്രോഡക്റ്റ് ഓർ ബ്രാൻഡ്സ് ഇൻ ടേംസ് ഓഫ് ദെയർ ആട്രിബ്യൂട്ട്സ്. അല്ലേ, അതിൻ്റെ ഓരോ ക്രൈറ്റീരിയ, ഓരോ ആട്രിബ്യൂട്ട്സ് വെച്ചുകൊണ്ടും ഈ ആൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ്, ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബ്രാൻഡുകൾ കമ്പയർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാറിൻ്റെ കേസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാൻഡ്രോ ഉണ്ട്, ആൾട്ടോ, ഇൻഡിക, സ്വിഫ്റ്റ്, മഹീന്ദ്ര. അപ്പോൾ അതിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആൾട്ടർനേറ്റീവ് ബ്രാൻഡ്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യും. ദെൻ ഈ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സ് ഇവാലുവേറ്റ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് വാരിയിങ് പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ് ലൈക്ക് പ്രൈസ്, ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി എക്സെട്ര. And whether these can deliver the benefits that the customers are seeking. ഒരു കസ്റ്റമർ, അപ്പം നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ടാകും. ആ എക്സ്പെക്റ്റേഷനൊക്കെ മീറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഡിസിഷനാണ്. ഫൈനലി ദ കൺസ്യൂമർ അറൈവ്സ് അറ്റ് പർച്ചേസ് ഡിസിഷൻ. അല്ലേ, ഓരോ ആൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പർച്ചേസ് ഡിസിഷനിലേക്ക് എത്തുന്നു. ഏത് ആൾട്ടർനേറ്റീവാണ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്നുള്ളൊരു ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. പർച്ചേസ് ഡിസിഷൻ ക്യാൻ ബി വൺ ഓഫ് ദി ത്രീ, നെയിംലി നോ ബൈയിങ്, ബൈയിങ് ലേറ്റർ ഓർ ബൈയിങ് നൗ. ഈ ഒരു പർച്ചേസ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒന്നാവാം. ഒന്നില്ലെങ്കിൽ നോ ബൈയിങ്, വാങ്ങുന്നില്ല എന്നാവാം. അല്ലെങ്കിൽ എന്താവാം, ബൈയിങ് ലേറ്റർ, പിന്നെ വാങ്ങും എന്നാവാം. അല്ലെങ്കിൽ ബൈയിങ് നൗ, ഇപ്പോൾ വാങ്ങുമെന്നാവാം. ഇതിലേതെങ്കിലും ഒരു ഡിസിഷനിൽ ആരെത്തുന്നു, ഈ പറയുന്ന ബയർ എത്തുന്നു. ഇഫ് ഹി ഹാസ് ഡിസൈഡഡ് ടു ബൈ നൗ, he will decide the shop to buy it from, when to buy it, how much money to spend it, etc. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഏത് കടയിൽ നിന്ന് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എത്ര മണി അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡിസൈഡ് ചെയ്യണം. ആഫ്റ്റർ ഡിസൈഡിങ് ഓൾ ദീസ് ഹി വിൽ ഗോ ടു ദി ഷോപ്പ് ചോസൺ ആൻഡ് ബൈ ദ പ്രോഡക്റ്റ് ഓഫ് ദി ബ്രാൻഡ് ചോസൺ. അല്ലേ, ആ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ നേരെ ഷോപ്പിലേക്ക് പോകുന്നു, ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. ബാക്കി രണ്ട് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വാങ്ങുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ എന്താണ്, ഈ ഒരു സ്റ്റേജിലാണ് പർച്ചേസ് നടക്കുന്നത്. പർച്ചേസ് ഡിസിഷൻ എടുക്കുന്ന സ്റ്റേജാണ് ഫോർത്ത് സ്റ്റേജ്. ആ ഒരു സ്റ്റേജിലാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, ഈ പറയുന്ന പർച്ചേസ് ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫ്രം അതർ കസ്റ്റമേഴ്സ് ആൻഡ് ദി ലെവൽ ഓഫ് മോട്ടിവേഷൻ ടു കംപ്ലൈ ഓർ ആക്സെപ്റ്റ് ദി ഫീഡ്ബാക്ക്. ദെൻ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർച്ചേസ് ഡിസിഷനിൽ നമുക്ക് 2-3 രീതിയിൽ നമ്മൾ ഈ പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നു. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക്, മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കിട്ടിയ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഈ പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റേജാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ദെൻ ഫോർത്ത് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ആണ്. അതായത് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബിഹേവിയറിനെയാണ് നമ്മൾ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത്. പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ റെഫേഴ്സ് ടു ദ ബിഹേവിയർ ഓഫ് എ കൺസ്യൂമർ ആഫ്റ്റർ പർച്ചേസിങ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള ബിഹേവിയർ. ആഫ്റ്റർ ദ കൺസ്യൂമർ ഹാസ് ആക്ച്വലി പർച്ചേസ്ഡ് ദ പ്രോഡക്റ്റ് ഹി വിൽ ബി സാറ്റിസ്ഫൈഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. അല്ലേ, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവാം, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആവാം. This satisfaction or dissatisfaction will result in certain consequences. അല്ലേ, സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും അവിടെ എന്തുണ്ടാവാം, കോൺസിക്വൻസസ് ഉണ്ടാവാം. എപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്,
ഈ ഒരു കൺസ്യൂമർ ആ കൺസ്യൂമറിൻ്റെ എക്സ്പെക്റ്റേഷനും ആക്ച്വൽ പെർഫോമൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. ഇഫ് the customer is satisfied with the product, he would regularly buy the brand and develop loyalty. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് റെഗുലർ ആയിട്ട് വാങ്ങും, അവിടെ ഒരു ലോയൽറ്റി എന്ത് ചെയ്യപ്പെടുന്നു, ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. If he is satisfied with the product, he may stop buying more products of that brand and may also spread bad words about the brand. അല്ലേ? അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് നിർത്തും. അതേപോലെ തന്നെ മറ്റുള്ളവരോട് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുത്തും, അല്ലേ? വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി നമ്മളതിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറയും ആ പ്രോഡക്റ്റ് വാങ്ങണ്ട എന്ന് പറയും. ആ ഒരു രീതിയിലേക്കും ഇത് പോകുന്നു. അപ്പോൾ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ് എന്നുള്ളതാണ്. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ ഒരു കസ്റ്റമർ ലോയൽറ്റി ഡെവലപ്പ് ചെയ്യുന്നു, ബ്രാൻഡ് ലോയൽറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതേസമയം ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് പ്രോഡക്റ്റിനെ കുറിച്ച് പ്രൊവൈഡ് ചെയ്യുന്നു. ദീസ് ആർ ദി 5 സ്റ്റേജസ് ഓഫ് ബൈയിങ് ഡിസിഷൻ പ്രോസസ്. വാട്ട് ആർ ദേ? recognition of unsatisfied need, then identification of alternatives, then evaluation of these alternatives, then take purchase decision, and finally post purchase behavior. Okay.